ജില്ലാ സെക്രട്ടറി അടക്കം തെറിവിളിച്ച് അണികൾ. പിണറായിയുടെ പിണിയാളുകളെ പുറത്താക്കി. നിങ്ങൾ ആരെയാണ് പൊട്ടന്മാരാക്കുന്നത്? സർക്കുലറും വിശദീകരണവും ഒക്കെ തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന കാലമൊക്കെ പോയി. ഇതെന്തുകൊണ്ട് ആരു പറയുന്നു എന്നല്ലേ? കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ രാഗേഷിന്റെ തടിതപ്പൽ പോസ്റ്റ് ഉണ്ടായിരുന്നു. ആ തടിതപ്പൽ പോസ്റ്റിന് താഴെ അണികളുടെ പൊങ്കാലയാണ്. അവിടെയാണ് അവർ ചോദിക്കുന്നത്, നിങ്ങൾ ആരെയാണ് ഇങ്ങനെ പൊട്ടന്മാരാക്കുന്നത്? നിങ്ങൾ പറയുന്ന സർക്കുലറും വിശദീകരണവും ഒക്കെ തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന അന്തം കമ്മികളുടെ കാലമൊക്കെ പോയി എന്നാ പറയുന്നത്. അങ്ങനെ അതിനോടൊപ്പം ചേർന്ന് നിന്ന അണികൾ കണ്ണൂരിലെ ചെങ്കോട്ട തകർത്തത് പിണറായിയുടെ നൂൽപ്പാവകളാകുന്നവരാണ്. പി ശശി അടക്കമുള്ളവരെ പുറത്താക്കേണ്ടതാണ്. അത്തരത്തിൽ പുറത്താക്കിയാൽ മാത്രമേ ഇനിയെങ്കിലും ഈ പാർട്ടിക്കൊരു പുനരുജ്ജീവനം ഉണ്ടാകൂ. CPM-ന്റെ കോട്ടയെന്ന് അവകാശപ്പെട്ട കണ്ണൂരിൽ വമ്പൻ തോൽവി നേരിടേണ്ടി വന്ന ഞെട്ടലിലാണ് പാർട്ടി. വേറെ ഒരു സ്ഥലത്തും നമുക്ക് നോക്കണ്ട. കാരണം പാർട്ടി ഗ്രാമം ഉള്ള ഒരിടമാണ് കണ്ണൂര്. ആ കണ്ണൂരിലേറ്റ തിരിച്ചടി എന്ന് പറയപ്പെടുന്ന ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല പാർട്ടിക്ക്. പാർട്ടി നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനമാണ് ഉയരുന്നത്. ജില്ലാ സെക്രട്ടറി കെ രാഗേഷിനെതിരെ അണികളുടെ രോഷം അണപൊട്ടുകയാണ്. തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ജനവിധിയെ മാനിക്കുന്നു എന്ന അസ്തിത്വമില്ലാത്ത ഫേസ്ബുക്ക് പോസ്റ്റുമായി എത്തിയ രാഗേഷിന് താഴെ CPM പ്രവർത്തകർ പൂരപ്പാട്ടാണ് നടത്തുന്നത്. രാഗേഷും CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദനും ചേർന്ന് പാർട്ടിയെ കുളം തോണ്ടി എന്നാണ് അണികളുടെ പ്രധാന ആക്ഷേപം. P ജയരാജനെ പോലുള്ള ജനകീയ നേതാക്കളെ മൂലക്കിരുത്തി പിണറായിയുടെ ഇഷ്ടക്കാരെ തിരികെ കയറ്റിയതാണ് കണ്ണൂരിലെ ഈ ഗതികേടിന് കാരണമെന്ന് പ്രവർത്തകർ തുറന്നടിക്കുന്നു. പിണറായിക്ക് ഇഷ്ടമില്ല എന്നതല്ലാതെ P ജയരാജന് എന്ത് അയോഗ്യതയാണ് ഉള്ളത് എന്നാണ് കമന്റുകളിലെ പ്രധാന ചോദ്യം. P ജയരാജൻ സെക്രട്ടറി ആയിരുന്നു എങ്കിൽ കണ്ണൂർ കോട്ടയിൽ ഒരു വിള്ളൽ പോലും വീഴില്ലായിരുന്നു എന്നുകൂടി സൈബർ സഖാക്കൾ ഓർമ്മിപ്പിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയെ പാർട്ടിയുടെ ഏഴയലത്ത് അടുപ്പിക്കരുത് എന്നും അയാളോട് എന്ത് ബാധ്യതയാണ് പാർട്ടിക്കുള്ളത് എന്നും പ്രവർത്തകർ രൂക്ഷമായ ഭാഷയിൽ ചോദിക്കുന്നു. തളിപ്പറമ്പിൽ MB ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയതിനെ ഭാര്യാഭക്തി എന്നാണ് അണികൾ വിശേഷിപ്പിക്കുന്നത്. ഞാനില്ലെങ്കിൽ എന്റെ ഭാര്യ എന്നതാണോ പാർട്ടി നയം എന്ന ചോദ്യം നേതൃത്വത്തിന്റെ കുടുംബ രാഷ്ട്രീയത്തിന് നേരെയുള്ള വിരൽ ചൂണ്ടലായിട്ട് മാറുകയാണ്. ഇവിടെയാണ് TK ഗോവിന്ദനെ പോലുള്ളവർ, കുഞ്ഞുകൃഷ്ണൻ മാസ്റ്റർ പോലുള്ളവരുടെ തിരുത്തൽ ആവശ്യമാണ് എന്നുള്ള ചോദ്യം പ്രസക്തമാകുന്നത്. CPM ഉറച്ചു വിശ്വസിച്ചിരുന്ന പയ്യന്നൂരും തളിപ്പറമ്പും മട്ടന്നൂരും ധർമ്മടവും ഒക്കെ ഇത്തവണ നേതൃത്വത്തിന് നൽകിയത് കൃത്യമായിട്ടുള്ള ഷോക്ക് ട്രീറ്റ്മെന്റ് ആണ് എന്ന് അണികൾ പറയുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും സ്വന്തം മണ്ഡലത്തിൽ ആദ്യ 6 റൗണ്ടുകളിൽ പിന്നിലായതും ഭൂരിപക്ഷം ഇടിഞ്ഞതും പാർട്ടിക്കുള്ളിലെ പടലപ്പിണക്കങ്ങളുടെ ആഴം വ്യക്തമാക്കുന്നതാണ് എന്നുള്ളതാണ്. ജില്ലാ കമ്മിറ്റിയിലെയും സെക്രട്ടേറിയറ്റിലെയും നേതാക്കൾ തന്നെ വിമതരായി മത്സരിച്ച് പാർട്ടിയെ തോൽപ്പിച്ചപ്പോൾ അത് കാണാൻ പറ്റാത്ത ജില്ലാ സെക്രട്ടറി എന്തിനാണ് ആ കസേരയിൽ ഇരിക്കുന്നത് എന്നാണ് അണികളുടെ ചോദ്യം. നിങ്ങൾ മുകളിൽ നിന്ന് അയച്ചു തരുന്ന സർക്കുലറും വിശദീകരണവും ഒക്കെ തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന കാലമൊക്കെ പോയി സഖാവേ എന്ന മുന്നറിയിപ്പോടെയാണ് ഭൂരിഭാഗം കമന്റുകളും അവസാനിക്കുന്നത്. കണ്ണൂരിലെ 11 മണ്ഡലങ്ങളിൽ 9 ജയിച്ചിരുന്ന സ്ഥാനത്ത് നിന്ന് 5 UDF പിടിച്ചെടുത്തത് രാഗേഷിന്റെയും ഗോവിന്ദന്റെയും നയങ്ങൾക്കുള്ള തിരിച്ചടിയാണ് എന്ന് ഉറപ്പായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് കെ രാഗേഷിനെ അടക്കം തെറി വിളിച്ചുകൊണ്ട് പൂരപ്പാട്ട് നടത്തിക്കൊണ്ട് അണികൾ ഇപ്പോൾ മുന്നോട്ടെത്തിയിരിക്കുന്നത്. പിണറായിയുടെ പിണിയാളുകളെ പുറത്താക്കണമെന്ന ഉറച്ച ശബ്ദത്തിൽ വിളിച്ചു പറയുവാൻ അണികൾ തയ്യാറെടുക്കുന്നത്.